ഒരു വലിയ വിപത്ത് നമ്മളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. നാടിന്റെ നട്ടെല്ലാകേണ്ട വിദ്യാർത്ഥികൾ ലഹരിയുടെ കരാള ഹസ്തങ്ങളിൽ അകപ്പെട്ട് ജീവിതം നശിപ്പിക്കുന്നു. ഇതാ ഞങ്ങൾ സാദരം അവതരിപ്പിക്കുന്നു അരുതേ ലഹരി, അരുതേ. Hey bro, I am getting bored. I don't get anything from the class. I just need to finish this bloody learning. I am not interested in study. I have no words to express my feelings. But my parents would like to make me an engineer. My parents would like to make me a doctor. Our teachers and parents say the school life is best. But oh my god. എന്താടാ നോക്കി നിൽക്കുന്നത്? നിനക്കൊക്കെ പഠിക്കാൻ മാത്രമല്ലേ അറിയുള്ളൂ. ജീവിതം ഇങ്ങനെ പഠിച്ചു വെച്ച് തീരാനുള്ളതല്ല. എൻജോയ് ചെയ്യണ്ടേ, എൻജോയ്. അത് ഞങ്ങളിൽ പൈസ ഇല്ലല്ലോ. പൈസയൊക്കെ നമ്മൾക്ക് ഉണ്ടാക്കാം. അതെങ്ങനെ? നിങ്ങളുടെ ഈ ടെൻഷനൊക്കെ മാറ്റി നിങ്ങൾക്ക് ഫ്രീ ബേർഡ്സായി പറക്കണോ? ഇതാണ് ഞങ്ങളുടെ പിടിപ്പിച്ചാൽ മതി. ശരി, ഞങ്ങൾ പോകുന്നു. ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. നാളെ ഞങ്ങൾ ഇവിടെ കാണും. വേണമെങ്കിൽ പറ. പക്ഷേ ഇത് വെറുതെ ഒന്നും കിട്ടില്ല കേട്ടോ. നല്ല പൈസ തരേണ്ടി വരും. Hey buddy, problems and problems. I can't concentrate in my studies. I can't sit up and falling in sleep. I say you were sleeping. We just escaped it this time. Be careful in your movements. Hey, want to reach yesterday's place. We don't have enough money for that. I take 3,000 rupees I take 3,000 rupees from my mother's bag. Do not forget to bring tomorrow. ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ക്ലാസ് നല്ല ആൾക്കായിരുന്നു. അതാ ഞങ്ങൾ പറഞ്ഞത്. ഇതൊക്കെ ഇതിന് നേരത്തെ അറിയേണ്ടതായിരുന്നു. ചേട്ടാ, ഞങ്ങളതെ ഒരു 3000 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. 3000 രൂപയോ? അതുകൊണ്ടൊന്നും ആവില്ല. സാരമില്ല, ആദ്യമായിട്ടല്ലേ ഉള്ളത്. ആരെയൊക്കെ വന്നിട്ട് നിങ്ങൾ പറഞ്ഞ കാശ് ഞങ്ങൾ നാളെ എത്തിക്കും. എത്ര നാൾ നിങ്ങളിങ്ങനെ മോഷ്ടിച്ചിട്ട് പണം കൊണ്ടുവരും? ഏറെയിലും 1 മാസം. അതുകൊണ്ട് നിങ്ങൾ പിടിക്കപ്പെടും. ഓ, അത് ശരിയാണല്ലോ. ഇനി എന്ത് ചെയ്യും? അതിനൊക്കെ മാർഗമുണ്ട്. നിങ്ങൾക്ക് ഐഫോണും ബൈക്കും ഒക്കെ വേണോ? അതിന് ഞങ്ങൾ പറയും പോലെ ചെയ്താൽ മതി. നാളെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി നിങ്ങളുടെ ബാഗിനകത്ത് വെക്കും. അത് നിങ്ങളുടെ ഏറ്റവും അടുപ്പമുള്ള കൂട്ടുകാർക്ക് കൊടുക്കണം. ഇത് വളരെ രഹസ്യമായിരിക്കണം. ഒരു കാരണവശാലും ടീച്ചേഴ്സും പാരൻസും അറിയരുത്. ഓ ശരി. അപ്പോൾ ഞങ്ങൾ പൈസ കൊണ്ടുവരണ്ടല്ലോ. വീട്ടിൽ ചെറിയ സംശയങ്ങൾ തോന്നിട്ടുണ്ട്. അതുകൊണ്ടാ പറ്റുന്നത്രയും കൊണ്ടുവരും. ശരി, അപ്പോൾ നാളെ കാണാം. അസ്ലം എന്ന വിദ്യാർത്ഥിയുടെ പഠന പ്രവർത്തനങ്ങളിലെ അപാകതകൾ ശ്രദ്ധയിൽപ്പെട്ട ക്ലാസ് ടീച്ചർ അവന്റെ വീട്ടിലേക്ക് വിളിക്കുകയും മാതാപിതാക്കളോട് അവനെ പ്രത്യേകം ശ്രദ്ധിക്കാനും ഉപദേശിക്കുന്നു. മകന്റെ സ്വഭാവ വൈരുദ്ധ്യങ്ങൾ മാതാവ് ടീച്ചറോട് പറഞ്ഞ് ആവലാതിപ്പെടുന്നു. മകന്റെ പെരുമാറ്റത്തിൽ മനംനൊന്ത് മകനോട് മാതാപിതാക്കൾ അതിനെപ്പറ്റി ചോദിക്കുന്നു. എടാ, നിനക്കെന്തു പറ്റി? ഇങ്ങ് വാ, ചോദിക്കട്ടെ. ഓ, എനിക്കെന്ത് പറ്റാൻ? പഠിച്ചിട്ടൊന്നും എനിക്ക് തലയ്ക്ക് കയറുന്നില്ല. ആ ബാഗിങ്ങതാ. വാപ്പാക്ക് എന്തിനിപ്പ എന്റെ ബാഗ്? ഞാൻ പണ്ടത്തെ പോലെ കുഞ്ഞാവേന്നല്ല എന്റെ ബാഗ് മേടിക്കാൻ. എനിക്കെന്താ നിന്റെ ബാഗ് വാങ്ങിച്ചൂടെ? ഇതാരുടെ മൊബൈലാ? ഇതെന്റെ കൂട്ടുകാരൻ്റെ മൊബൈലാ. എനിക്ക് സൂക്ഷിക്കാൻ തന്നിരിക്കുകയാണ്. വാപ്പാനെ അഭിനയം എനിക്ക് കാണണ്ട. ഫോൺതാ. അസ്ലം വല്ലാതെ വയലന്റ് ആകുന്നു. അവൻ സ്വയം നിയന്ത്രിക്കാനാകാതെ ഒരു ഭ്രാന്തനെ പോലെ അവിടെ നിന്നും മറയുന്നു. മയക്കുമരുന്ന് കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനും ഏതാനും വിദ്യാർത്ഥികൾ പോലീസ് പിടിയിലായി. അവരെ ലഹരി വിമോചന കേന്ദ്രത്തിൽ അയക്കാൻ കോടതി നിർദ്ദേശിച്ചു. വരം കണക്കെ കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരം കണക്കെ കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. ഉരുന്തിലെ പിടികൂടാൻ മാഫിയ പതുങ്ങി നിൽക്കൊണ്ടെമ്പാടും. പതഞ്ഞ ഗ്ലാസുകൾ നീട്ടി ചതിയുടെ വിരുന്നൊരുങ്ങുകയാണെങ്ങും. നുണഞ്ഞിടാൻ പുകയായി വലിക്കാൻ സിറിഞ്ചിലൂ
പഠിച്ചുയർന്നും കളിച്ചുമിവിടെ കരുത്തരായി വളർന്നെന്നും പിറന്ന നാടിനു താങ്ങായി തണലായി കഴിഞ്ഞിടേണ്ടൊരു തലമുറകൾ കരൾ തകർന്നും കണ്ണു കുഴിഞ്ഞും പിടഞ്ഞൊടുങ്ങരുതൊരു നാളും അതിനു നമ്മൾ എടുക്കണമെന്നേ പ്രതിജ്ഞലഹരികളരുതരുത് പ്രതിജ്ഞലഹരികളരുതരുത്. I understand that intoxicating substances like drug, alcohol, tobacco, pan masala, etc. are social menace, which destroys individuals, family members' health economically, socially, and culturally. I pledge that I will not use any intoxicating substance or encourage others to use it and participate in anti-drug activities. Fulfill my duty to strive for a drug-free society. Thank you.